ലസാഗു അഥവാ LCM എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് കാണുന്ന ഒരാളെ സംബന്ധിച്ച് ഇപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്താണ് ആശയം എന്നും അത് ഏത് രീതിക്ക് ചെയ്യാമെന്നുള്ളത്. സോ നമ്മളിപ്പോൾ കണ്ടത് ബേസിക് ആയ രീതിയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞ രീതിയാണെന്ന് പറഞ്ഞു. പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള രീതിയാണ്, പക്ഷെ അവിടെ നമ്മൾ LCM അപ്ലൈ ചെയ്യുന്ന രീതി കണ്ടില്ല എന്നേ ഉള്ളൂ. സോ ബേസിക്കലി നമുക്ക് കുറച്ച് ചോദ്യ രൂപങ്ങളിലൂടെ നമുക്ക് അതിലേക്ക് പോവാം. സോ ആദ്യമേ ചെയ്യേണ്ടത് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ രീതിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പറയുന്ന ചോദ്യ രൂപങ്ങളുടെ LCM അറിയാവുന്ന മെത്തേഡിൽ കണ്ടെത്തി വെക്കുക. വീഡിയോ പോസ് ചെയ്യുക, അറിയാവുന്ന മെത്തേഡിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ചെയ്തിട്ടൊന്ന് കണ്ടെത്തുക. സ്പീഡൊന്നും വിഷയമല്ല, സമയമെടുത്ത് ചെയ്തോളുക. അതിനുശേഷം പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് മനസ്സിലാക്കിയാൽ മതി. മറ്റൊന്നുമല്ല, നോർമലി ചെയ്യുന്ന ആ രീതിയും തറവായിക്കോട്ടെ. ആ സമയത്ത് നമുക്ക് ഡിവിഷനൊക്കെ സ്ട്രോങ് ആവുന്നുണ്ടാവും. സോ ഈ ചോദ്യങ്ങൾ നോട്ട് ചെയ്യുക. നോട്ട് ചെയ്തിട്ട് അറിയാവുന്ന രീതിയിൽ ഇപ്പോൾ ചെയ്യുക. ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും പ്രീവിയസ് ആയിട്ട് ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത ആ സെഷൻ കണ്ടിട്ട് അത് മനസ്സിലാക്കിയിട്ട് ആ രീതിക്ക് ആദ്യമേ ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്യും. അത് പ്രാക്ടീസ് ചെയ്തതിനു ശേഷം മാത്രം നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ കണ്ടാൽ മതി. സോ 4,8 ഉണ്ട്, പിന്നെ 6,8 ഉണ്ട്. രണ്ടാമത്തെ നമ്മൾ രണ്ടും കണ്ടതാണ്. 6,18,22 ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്, പക്ഷെ വീണ്ടും ചെയ്ത് നോക്കിക്കോളാം. 36,42 അടുത്തൊരു ചോദ്യമുണ്ട്. പിന്നെ ഉള്ളത് 24,20,30 ഇത്രയും സെറ്റ്സിന്റെ LCM കണ്ടെത്താം. സോ നോർമൽ മെത്തേഡ് കണ്ടെത്തി നോക്കുക. എന്നിട്ട് നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ കാണാം. സോ എല്ലാവരും നോർമൽ രീതിയിലുള്ള LCM കണ്ടെത്തി കാണുമെന്ന് വിചാരിക്കും. അങ്ങനെ നമുക്ക് ഇനി പ്രൈം ഫാക്ടറൈസേഷനിലൂടെ LCM കണ്ടെത്തുന്ന എങ്ങനെ നോക്കാം. അതിനാദ്യം നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. ശരിയാണല്ലോ. പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം അഭാജ്യ ഘടകങ്ങളുടെ രൂപത്തിൽ നമുക്കൊരു കോമ്പോസിറ്റ് നമ്പറിനെ ഭാജ്യസംഖ്യ എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ശരിയല്ലേ? ഫാക്ടേഴ്സിൽ പഠിച്ചപ്പോൾ കണ്ടിട്ടുണ്ട്. ഫാക്ടേഴ്സിൽ മാത്രമല്ല, ഡിവിസിബിലിറ്റി റൂൾസ് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അവിടെയൊക്കെ ഉപയോഗിച്ച ആശയങ്ങൾ തന്നെ ഇവിടെ വരാൻ പോകുന്നത്. സോ ആദ്യത്തെ നമ്മൾ 4,8 എടുത്താൽ 4ഉം 8ഉം നമുക്കറിയാം എന്ത് ടൈപ്പ് നമ്പേഴ്സ് ആണ്. ഇവൻ നമ്പേഴ്സ് ആണ്, കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്, ഇരട്ട സംഖ്യകളാണ്. അതുപോലെ തന്നെ നമുക്ക് ഭാജ്യ സംഖ്യകളുണ്ട്. സോ അതിനെ നമുക്ക് അഭാജ്യ സംഖ്യയുടെ മൾട്ടിപ്ലിക്കേഷൻ എഴുതാൻ പറ്റും. സോ അത് ഓൾറെഡി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. 4 എന്ന് വെച്ചാൽ 2 × 2 ആണെന്നറിയാം. സോ 4നെ 2 സ്ക്വയർ എന്ന് പറഞ്ഞു എഴുതാം. ശരിയല്ലേ? 2 × 2 എന്ന് തന്നെ കണ്ടോ കുഴപ്പമില്ല, അല്ലെങ്കിൽ 2 സ്ക്വയർ എന്ന് എഴുതാം. അതേസമയം 8 എന്ന് പറഞ്ഞാൽ 2 × 2 × 2 എന്ന് മനസ്സിൽ കൊണ്ടുവരാൻ പറ്റും. ശരിയാണല്ലോ. സോ 2 ക്യൂബ് എന്ന് എഴുതാം. 2-3 വട്ടം കുടിക്കുന്ന. സോ ഇവിടെ നമുക്ക് LCM എങ്ങനെ കണ്ടെത്തും എന്നാണല്ലോ LCM. സോ LCM പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതുപോലെ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിലൂടെ പോകുന്നെങ്കിൽ LCM കണ്ടെത്താൻ ഇത്രയേ ഉള്ളൂ. നമുക്കുള്ള അഭാജ്യ ഘടകങ്ങളൊക്കെ എടുക്കാം. ഇവിടെ അഭാജ്യ ഘടകമായിട്ട് 2 എന്ന് പറയുന്ന സംഖ്യ മാത്രമല്ലേ ഉള്ളൂ. സോ 2 എടുത്തു. നമുക്കിവിടെ ഇപ്പോൾ 2 നമ്പേഴ്സേ ഉള്ളൂ. അവിടെ വന്നിരിക്കുന്ന ഈ 2 എന്ന് പറയുന്ന അഭാജ്യ ഘടകങ്ങളുടെ ഹയസ്റ്റ് പവർ എത്ര നോക്കുക. ഹയസ്റ്റ് പവർ, അതായത് മോളിൽ കിടക്കുന്ന സംഖ്യ ഏറ്റവും കൂടിയത് എവിടെയാണ് നോക്കുക. ഏറ്റവും കൂടുതൽ എത്രയാണ് നോക്കുക. എത്രയാ? 2 സ്ക്വയർ ആണോ, 2 ക്യൂബ് ആണോ, 2 പവർ 2 ആണോ, 2 പവർ 3 ആണോ? പവറിൽ വലിയ സംഖ്യയുടെ ഏതാണ്? 2 പവർ 3 അല്ലേ? നമ്പേഴ്സ് നോക്കിയാൽ പറയും. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, വലുത് 3 ആണ്. സോ നമുക്ക് അതായിരിക്കും നമ്മുടെ LCM എടുക്കേണ്ടത്. സോ അഭാജ്യ ഘടകങ്ങളുള്ള എടുക്കണം, അതിന്റെ ഹയസ്റ്റ് പവർ. കാരണം എന്താ, നമുക്ക് വലിയ സംഖ്യയാണ് LCM ആൻസർ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഹയസ്റ്റ് പവറിലേക്ക് പോകേണ്ടി വരും, കാരണം പൊതു ഗുണിതത്തിലേക്ക് എത്തണമെങ്കിൽ. സോ 2 ക്യൂബ് ആണ് LCM. 2 ക്യൂബിന്റെ ആൻസർ 8 അല്ലേ? ഇതല്ലേ നമുക്ക് ആദ്യമേ കിട്ടി. സോ ചെറുതായിട്ട് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യരൂപങ്ങൾ കണ്ടെത്തുമ്പോഴത്തേക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവും. സോ 4,8ന്റെ LCM 8 ആണ് നമുക്കറിയാം. നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ രൂപത്തിൽ കണ്ടെത്തുക. അടുത്ത 6,8. നെക്സ്റ്റ് നമ്മൾ 6,8ന്റെ ആണെങ്കിൽ 6ന്റെ നമുക്കറിയാം 2 × 3 അല്ലേ? നമ്മൾ ഡിവിസിബിലിറ്റി റൂൾസിൽ കൂടി കണ്ടിട്ടുള്ളതാണ്. 2 × 3 ആണ് 6ന്റെ പ്രൈം നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ 4. 8ന്റെ ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ 2 ക്യൂബ്. സോ ഈ കേസിൽ നമുക്ക് ഇനി LCM എടുക്കാം. LCM എടുക്കുമ്പോൾ ആലോചിക്കേണ്ട ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ട ഇത്രയേ ഉള്ളൂ. നമുക്ക് നമ്മുടെ നമ്പേഴ്സിലുള്ള പ്രൈം ഘടകങ്ങളെല്ലാം വേണം. സോ ഇവിടെ നോക്കിയാൽ 2ഉം 3 മാത്രമല്ലേ പ്രൈം ഘടകങ്ങളുള്ളൂ. ടോട്ടൽ നമ്പേഴ്സ് എടുത്ത് നോക്കും. ഇവിടെ 2, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഇല്ല, കുഴപ്പമില്ല. പക്ഷെ ഉള്ള പ്രൈം ഘടകങ്ങളെല്ലാം എടുക്കുമെന്ന് ഓർക്കുക. 2 × 3. ഇനി നോക്കേണ്ടത് ഈ പ്രൈം ഫാക്ടേഴ്സിന്റെ ഹയസ്റ്റ് പവർ. 2 നമുക്ക് രണ്ടിടത്തും വന്നിട്ടുണ്ട്, പക്ഷെ ഹയസ്റ്റ് പവർ എത്രയാ? 2 പവർ 3 അല്ലേ? ആ 2 പവർ 3 ആണ് നമുക്ക് വേണ്ടത്. 3 ഒരിടത്തേ ഉള്ളൂ. സോ ആ ആളെ തന്നെ എടുക്കണം. അവന്റെ ഹയസ്റ്റ് പവർ 3 പവർ 1 തന്നെയാണ്. സോ 3 പവർ 1. സോ 2 ക്യൂബ് × 3, 2 ക്യൂബ് 8 ആണ്. 8 3s are 24. സോ 24 ആണ് നമ്മുടെ LCM. ഇതല്ലേ നമുക്ക് നേരത്തെ ലഭിച്ചിരുന്നത്. സോ പ്രൈം ഫാക്ടേഴ്സിന്റെ രൂപത്തിൽ എഴുതിയിട്ട് LCM കണ്ടെത്തുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്. അത് ഇപ്പോഴല്ല അതിന്റെ യൂസ് മനസ്സിലാവുക. നേരത്തെയും പറഞ്ഞു, വേറെ ചാപ്റ്റേഴ്സിൽ ആപ്ലിക്കേഷൻ മോഡൽസ് വരും ഇതിന്റെ. ആ സമയത്താണ് നമുക്ക് കൂടുതൽ യൂസ് ആവുക. ഇങ്ങനെ കണ്ടെത്തുന്നത് ഓക്കെയാണ്, പക്ഷേ
ഈ രീതിക്ക് എക്സ്പ്രസ് ചെയ്ത് കണ്ടെത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഒന്ന് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, രണ്ട് അതിൽ നിന്ന് LCMലേക്ക് പോകാനും നമുക്ക് ഈസി ആയിരിക്കും. സോ ഇവിടുത്തെ ഇത് മനസ്സിലാണല്ലോ. സോ ഹയസ്റ്റ് പവർ എടുക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് LCM ആണ്. സോ ഈ പറയുന്ന പ്രൈം ഫാക്ടേഴ്സ് നമുക്ക് അത്രയും തവണ വന്നിട്ടുണ്ടാകും. സംശയം ഉണ്ടെങ്കിൽ നേരത്തെ ഉള്ള എടുത്ത് നോക്കിയാൽ മതി, നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്ത് നോക്കിയാൽ മതി. പിന്നെ എല്ലാ ഫാക്ടേഴ്സ് എടുക്കാൻ കാരണം നമുക്ക് പൊതു മൾട്ടിപ്പിൾ വരണമെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളും ആവശ്യം വരും. അതുകൊണ്ടാണ് നമ്മൾ ഉള്ള അഭാജ്യ ഫാക്ടേഴ്സ് എല്ലാം എടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ 2ഉം 3ഉം ഉണ്ടാകും, അത് രണ്ടും എടുത്തു. സോ അവിടെ ഇരിക്കട്ടെ. അങ്ങനെയൊക്കെ നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. 6, 18, 22 അതിന്റെയും LCM നമ്മൾ കണ്ടെത്തിയിരുന്നാണ് നേരത്തെ. സോ വീണ്ടും 6 ഉണ്ട്, 18 ഉണ്ട്, 22 ഉണ്ട്. സോ 6നെ നമുക്ക് ഓൾറെഡി 2 into 3 ആണെന്നറിയാം. 18നെ ഇങ്ങനെ ഡിവൈഡ് നോക്കേണ്ട ആവശ്യമില്ല, ബേസിക്കലി നോക്കുന്ന അറിയാലോ അല്ലേ. ഒരു നമ്പറിന്റെ പ്രൈം ഫാക്ടേഴ്സ് കിട്ടാനായിട്ട് നമ്മൾ എങ്ങനെ എടുക്കും? സോ ഇതിനെ നമ്മൾ ഏറ്റവും ആദ്യമേ ചെക്ക് ചെയ്യുക. 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന അറിയാം, ബാക്കി നോക്കുന്ന അടുത്ത 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പ്രൈം നമ്പേഴ്സ് എടുത്ത് നോക്കിയാൽ മതി, 2 കൊണ്ട് പറ്റും. അപ്പോൾ 9 കിട്ടി. 9നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. അപ്പോൾ നമുക്കറിയാം 3യുടെ ഡിവിസിബിലിറ്റി വെച്ച് അറിയാം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3 അടുത്ത പ്രൈം നമ്പറിൽ. സോ 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ സമയത്ത് 3 കിട്ടി. ഇവിടെ കൊണ്ട് നിർത്തുക. 3 പ്രൈം നമ്പർ, നമുക്ക് ലാസ്റ്റ് പ്രൈം നമ്പർ കിട്ടും, നമുക്ക് അവിടെ നിർത്താം. സോ 3 into 3 into 2 അല്ലെങ്കിൽ 2 into 3 square, 2 into 9 അല്ലേ. ഇങ്ങനെയൊന്നും ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിന്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ 18നെ 2 into 9 എന്ന് കാണാൻ സാധിക്കില്ലേ? രണ്ടിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എടുത്താൽ 2 into 9 അങ്ങനത്തെ രീതിയിൽ ചിന്തിക്കാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അത് പ്രാക്ടീസ് കൊണ്ട് എത്തും. മേ ബി ആദ്യമേ കാണുമ്പോൾ തന്നെ 2 into 9 എന്ന് പറഞ്ഞില്ല, 6 into 3 വന്നാലും കുഴപ്പമൊന്നുമില്ല. 6 into 3 വന്നാലും അവിടെ നിന്ന് നമുക്ക് ഈ ഫോമിലേക്ക് എത്താൻ പറ്റും. സോ 2 into 9 എന്ന് കാണാൻ പറ്റിയാൽ നമുക്ക് 2 into 9നെ 3 square നേരിട്ടിരുന്നാം. ശരിയല്ലേ? 2 into 3 square. അടുത്ത 22. വീണ്ടും നമുക്ക് 2 into 11 എന്ന് കാണാൻ സാധിക്കുവാണെങ്കിൽ നേരിട്ടിരുന്നാം. 2 into 11. 2ഉം പ്രൈം നമ്പറാ, 11ഉം പ്രൈം നമ്പറാ. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ ഇനി LCM കണ്ടെത്താൻ എന്ത് ചെയ്യണം? LCM കണ്ടെത്താൻ നമുക്ക് അഭാജ്യ സംഖ്യകളെല്ലാം നോക്കുക. 2 ഉണ്ട്, 3 ഉണ്ട്, 11 ഉണ്ട്. ഇതല്ലാണ്ട് വേറെ ഏതെങ്കിലും അഭാജ്യ സംഖ്യ നമ്മളെ ഈ നമ്പേഴ്സിൽ വന്നിട്ടുണ്ടോ? ഇല്ല. സോ 2ഉം ഉണ്ട്, 3ഉം ഉണ്ട്, 11ഉം ഉണ്ട്. ഇനി വേണ്ടത് ഓരോ അഭാജ്യ സംഖ്യയും നോക്കിയിട്ട് അതിന്റെ ഹയസ്റ്റ് പവർ. 2ന്റെ ഹയസ്റ്റ് പവർ എല്ലായിടത്തും 2 power 1 മാത്രമേ ഉള്ളൂ. സോ ഓക്കെയാണ്, 2 ഇട്ടാൽ. 3യുടെ ഹയസ്റ്റ് പവർ 3 ഇവിടെയും മാത്രമേ ഉള്ളൂ. അതിന്റെ ഹയസ്റ്റ് പവർ പക്ഷേ 3 square ആണ്. സോ ഇവിടെ 3 square വരും. 11 ഇവിടെ മാത്രമേ ഉള്ളൂ. അതിന്റെ ഹയസ്റ്റ് പവർ 11 power 1 ആണ്. സോ ഇത് ബേസിക്കലി ഇപ്പം 2 into 9 into 11 എന്നാണ്. ശരിയല്ലേ? 9 2s are 18. 18 into 11 198 ആണ്. 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഷോർട്ട് മോഡലൊക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. 11 into 18 ചെയ്താൽ 198 ആയി. ഇത്രയേ ഉള്ളൂ. നമ്മൾ 11 into ഒരു നമ്പർ ചെയ്യുവാണെങ്കിൽ ഇതിന്റെ ഏറ്റവും മോസ്റ്റ് എൻഡിലുള്ള ഡേറ്റ് അതുപോലെ ഇടും. നെക്സ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൂട്ടി തുടങ്ങും. 8 + 1 9. ഇനി 1ന്റെ ഇപ്പുറത്ത് ഇങ്ങോട്ട് കൂട്ടാവുന്നില്ല. സോ ആ 1 അതുപോലെ ഇട്ടേക്ക് 198. ഇത് ബേസിക്കലി നമ്മൾ ചെയ്യുന്ന മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്ട് കണ്ടെത്തുന്നു. ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതി ഒന്ന് എടുത്തു നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ 18 into 11 നമ്മൾ ചെയ്യുന്നത് 8 into 1 8, 1 into 1 1. 8 into 1 8, ഈ 1 into 1 1. ഈ 8 അതുപോലെ എഴുതി. ഈ 8 ഒന്നും കൂടി കൂട്ടിയില്ലേ, അതാണ് ഈ 8 ഒന്നും കൂടി കൂട്ടുന്നത്. 8 1 9. അത് കഴിഞ്ഞ് ഇവിടെ കൂട്ടാവുന്നില്ല. സോ ആ 1 അതുപോലെ ഉണ്ടായിരുന്നു. ആ 1 ആണ് ഈ കിടക്കുന്നത്. സോ അങ്ങനെയാണ് 198 കിട്ടി. ഇതിപ്പോൾ 3 digit നമ്പർ വന്നാലും 4 digit നമ്പർ വന്നാലും 5 digit നമ്പർ വന്നാലും എല്ലാം ഇങ്ങനെയാണ്. നമ്മൾ ഇങ്ങനെ കൂട്ടി ഇങ്ങനെ പോകും. അത് നോർമലി ചെയ്ത് നോക്കിയാൽ മനസ്സിലായി. നമ്മൾ വേറെ സെഷൻ ചെയ്യുന്നുണ്ടാവും 11ന്റെ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സ് ഒക്കെ. സോ 198 ആണ് ഇതിന്റെ LCM. സോ ഇപ്പോൾ നമുക്ക് ഇവിടെ ഫോക്കസ് ചെയ്യേണ്ട പ്രൈം ഫാക്ടേഴ്സ് കൂടി LCM കണ്ടെത്തുന്നത്. ബാക്കി മൾട്ടിപ്ലിക്കേഷൻ ട്രിക്ക് ഒക്കെ നിൽക്കട്ടെ. സോ 198 ആണ് കിട്ടി. നേരത്തെയും കിട്ടിയ ആൻസർ തന്നെയല്ലേ. സോ അതിന്റെ ആൻസറായി. സോ അങ്ങനെയെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. 36ഉം 42, 36ഉം 42. സോ 36 ഉണ്ട്, 42 ഉണ്ട്. ഓക്കെ, 36നെ മനസ്സിലേക്ക് പല രീതി കൊണ്ടുവരാൻ പറ്റും. 6 square എന്ന് കിട്ടിയാൽ കുഴപ്പമില്ല. പക്ഷെ 9 into 4 എന്ന് കാണാൻ പറ്റിയ 4 into 9 36 അല്ലേ. ആ ഒരു രീതി കാണാൻ സാധിച്ചാൽ നമുക്ക് ഇതിന്റെ 4 എന്ന് വെച്ചാൽ 2 square അല്ലേ, 9 3 square. സോ 2 square into 3 square എന്ന് പറയുമ്പോൾ അഭാജ്യ സംഖ്യയുടെ ഫോമിലായി 2 square into 3 square അഭാജ്യ സംഖ്യയുടെ പവേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ. അതിലൂടെ 36. അപ്പോൾ 42നെ 6 into 7 എന്ന് കാണാൻ സാധിച്ചാൽ 6 ഗുണം 7 എന്ന് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ 6നെ 2 into 3 എന്ന് കാണാൻ സാധിക്കില്ലേ. സോ ഇതിനെ നേരിട്ട് നമുക്ക് 2 into 3 into 7 എന്ന് എഴുതാം. സോ ഇപ്പോൾ ബേസിക്കലി ഒറ്റയടിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റിയില്ല എന്ന് വെച്ച് വിഷമിക്കൊന്നും വേണ്ട. പറയുന്ന രീതികളൊന്ന് മനസ്സിലിടുക. ആ മനസ്സിലിട്ട് ആ രീതിക്ക് നമ്പേഴ്സുമായിട്ടൊന്ന് കൂട്ടുകൂടിയാൽ മതി. നമ്പേഴ്സിന് ഇഷ്ടപ്പെടണമെന്ന് പറയുന്നില്ല, ഒന്ന് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയാൽ മതി ചെറിയ രീതിയിലേക്ക്. സോ അങ്ങനെ 6 into 7 എപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു? ആ 6നെ 2 into 3 എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിൽ കണ്ടിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. സോ ഈ രീതിക്ക് എക്സ്പ്രസ് ചെയ്താൽ ഇനി ഇവിടുന്ന് LCM കണ്ടെത്താൻ ഈസിയാണ്. സോ LCM കണ്ടെത്തുന്നത് ഇത്രയേ ഉള്ളൂ. എല്ലാ പ്രൈം ഫാക്ടേഴ്സും വേണം. 2ഉം 3ഉം 7 ആണ് നമുക്ക് ഇവിടെയുള്ള പ്രൈം ഫാക്ടേഴ്സ്. ശരിയാണല്ലോ? 2ഉം 3 7. 2 ഉണ്ട്, 3 ഉണ്ട്, 7 ഉണ്ട്.
നെക്സ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ഹയസ്റ്റ് പവർ, 2ന്റെ ഹയസ്റ്റ് പവർ ഇവിടെ കിടക്കുന്നതില്ല 2 സ്ക്വയറാ. സോ 2 സ്ക്വയർ. 3യുടെ ഹയസ്റ്റ് പവർ 3 സ്ക്വയറാ. 7ന്റെ ഹയസ്റ്റ് പവർ 7 പവർ 1 തന്നെ. ഒരിടത്തിലെ 7 ഉള്ളൂ. സോ ഹയസ്റ്റ് പവർ തന്നെ നമ്മൾ എടുത്ത് എഴുതിയിരിക്കുന്നു. ഇനി ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. 2 സ്ക്വയർ 4 ആണ്, 3 സ്ക്വയർ 9 ആണ്, ഇൻറ്റു 7. സോ 9 4s are 36, 36 into 7 36 ഗുണം 7 ആണ്. 36 into 7 36 ഗുണം 7 7 6 are 42. ബാക്കി 4 ഉണ്ട്. 7 3 21 plus 25 252. ഒരു പക്ഷേ ഇത് തന്നെയായിരിക്കും ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ LCM ആയിട്ട് ലഭിച്ചത്. സോ 252 ആണ് ഇവിടുത്തെ ആൻസർ. സോ ബേസിക്കലി പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് വലിയ കട്ടിയുള്ള സാധനമൊന്നുമല്ല. പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് LCM അവിടെ നിന്ന് കണ്ടെത്തുന്നത് ഈസിയാണ്. സോ അങ്ങനെയെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചോദ്യ രൂപത്തിലേക്ക് പോകാം. 24 20 30. അതിന്റെ LCM ഓൾറെഡി കണ്ടെത്തി കാണുമെന്ന് വിശ്വസിക്കുന്നു. 3 നമ്പേഴ്സ് ഉണ്ട്, 24 20 30. സോ 24 എഴുതി, 20 എഴുതി, 30 എഴുതി. ഇനി 24 നമ്മൾ പല തവണ കണ്ടിട്ടുണ്ട്. എവിടെയൊക്കെ ഡിവിസിബിലിറ്റി റൂൾസ് നമ്മൾ കണ്ടിട്ടുണ്ട്. 24 നമ്മൾ രണ്ട് പ്രൈം നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതുന്നത്. 3 into 8 2 cube into 3. 8 എന്ന് വെച്ചാൽ 2 ക്യൂബ് അല്ലേ. സോ ഇതിനെ നമുക്ക് ബേസിക്കലി 2 cube into 3 എന്ന് പറഞ്ഞ് കാണാം. നെക്സ്റ്റ് 20യെ പല രീതിയിൽ കാണാം. 5 into 4 എന്ന് കാണാൻ സാധിച്ചില്ല, അത്രയും നല്ലത്. ഇല്ലെങ്കിൽ 2 into 10 എന്നെങ്കിലും കാണാൻ പറ്റില്ലേ. 2 ഗുണം 10 കാണാൻ പറ്റില്ലേ. അങ്ങനെ കണ്ടിട്ട് പിന്നെ അവിടെ നിന്ന് നമുക്ക് 2 ഉണ്ട്, 10 വീണ്ടും 2 into 5 ഉണ്ട്. സോ 2 square into 5. ഇത് തന്നെയാണ് 4 into 5 വരുന്നത്. 4 into 5 20 അല്ലേ. 4 ഗുണം 5 20 അല്ലേ. സോ 4 എന്ന് വെച്ചാൽ 2 square അല്ലേ. സോ 2 square into 5. 2 square into 5. ഈ രീതിക്ക് എടുക്കുമ്പോഴാണ് നമുക്ക് ഇത് ഈസി ആവുന്നത്. ആ രീതിക്ക് പ്രാക്ടീസ് കൊണ്ട് എത്തിക്കോളും. ഇപ്പൊ നിങ്ങൾക്ക് ഇത് അറിയില്ലെങ്കിൽ ഇങ്ങനെ തന്നെ കണ്ടെത്തിക്കോളൂ. നോർമലി 20 divided by 2 10, 10 divided by 2 5. ഇത് തന്നെ ആദ്യമേ പറഞ്ഞേ. 2 into 10 2 into 10. അതിനെ വീണ്ടും 2 into 2 into 5 എന്നാക്കി. അതാണ് കിടക്കുന്നത്, വേറൊന്നുമില്ല. സോ ഈ ചെയ്യുന്ന രീതി തന്നെ നമ്മൾ ഇങ്ങനെ കാണാണ്ട് ഈ രീതിക്ക് എക്സ്പ്രസ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ കുറച്ചുകൂടി സമയം അവിടെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. വേറെ പ്രത്യേകത ഒന്നുമില്ല. സോ 30 3 into 10 എന്ന് കണ്ടോ. 6 into 5 എന്ന് കാണാൻ പറ്റും. ഓക്കെ, 3 into 10 എന്ന് കണ്ടാൽ 10 2 into 5 അല്ലേ. 10 2 into 5 അല്ലേ. സോ 3 into 2 into 5. നമുക്ക് വേണമെങ്കിൽ 2 into 3 into 5 എഴുതാം. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. 2 into 3 into 5 30 അല്ലേ. ഗുണിക്കുമ്പോൾ 30 കിട്ടണം. ഗുണത്തിൽ നമ്മൾ ഈ പറഞ്ഞത് എക്സ്പ്രസ് ചെയ്യുന്നത് പ്രൈം നമ്പേഴ്സ് ആയിരിക്കണം. അതിന്റെ പവർ വന്നാലും കുഴപ്പമൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ ആശയം. സോ അങ്ങനെയെങ്കിൽ നമുക്ക് ഇനി LCMത്തിലേക്ക് പോകണം. LCM കണ്ടെത്താൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഉള്ള പ്രൈം ഫാക്ടേഴ്സ് ഒക്കെ വേണം. ഇവിടെ ഏതൊക്കെ പ്രൈം ഫാക്ടേഴ്സ് ഉണ്ട്? 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. ശരിയാണോ? സോ ഉള്ള പ്രൈം ഫാക്ടേഴ്സ് ഒക്കെ എടുത്ത് എഴുതി. 2 into 3 into 5 നോക്കേണ്ട ഹയസ്റ്റ് പവർ. 2ന്റെ ഹയസ്റ്റ് പവർ നോക്കിക്കേ. എവിടെയാ? 2 ക്യൂബ് ആണ്. ശരിയാണോ? സോ 2 ക്യൂബ് ഉണ്ട്. 3യുടെ ഹയസ്റ്റ് പവർ 3 power 1 തന്നെ. സോ 3 തന്നെ. 5ന്റെ ഹയസ്റ്റ് പവർ 2 5 ഉണ്ട്. അവിടെ 5 power 1 ആണ്. സോ 5 തന്നെ. ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 into 3 into 5. See 8 5s are 40. 40 into 3 120. LCM നേരത്തെ കിട്ടിയ 120 ആണോ ചെക്ക് ചെയ്യുക. ഇപ്പോഴും കിട്ടിയ 120 തന്നെയാണ്. ആ ചെയ്ത രീതിയും ഈ ചെയ്തതും കൂടി ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുക. സെയിം രീതിയിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ഏറ്റവും ലാസ്റ്റ് പോയിരിക്കുന്നത്. അങ്ങനെ 120 ആൻസർ കിട്ടുന്നുണ്ടാവും. സോ പ്രൈം ഫാക്ടറൈസേഷൻ രീതി വെച്ച് ചെയ്യേണ്ട ഈ ഒരു രീതി മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ചെയ്താൽ പ്രൈം ഫാക്ടറൈസേഷൻ രീതിയിൽ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ LCM കണ്ടെത്തുന്നത് എങ്ങനെയാണ് പിന്നീട് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഈ രീതി പ്രാക്ടീസ് ചെയ്യുക. ഏറ്റവും ആദ്യമേ ഒന്നും അറിയാൻ വരുന്നവർ ഇതിനു മുമ്പ് കണ്ട ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകുന്ന രീതി ഒന്ന് തറവാക്കുക. അതിനുശേഷം ഇത് ഇനി എവിടെയൊക്കെ LCM കണ്ടാലും ഈ രീതിക്ക് ചെയ്യാൻ ശ്രമിക്കാവുള്ളൂ. പ്രാക്ടീസ് കൊണ്ട് മാത്രമേ മനസ്സിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. സോ മനസ്സിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ലെവലിലേക്ക് എത്തണമെങ്കിൽ പ്രാക്ടീസ് വേണം. പ്രാക്ടീസ് വേണമെങ്കിൽ നമ്മൾ ഇനി എവിടെയൊക്കെ LCM മോഡൽ കണ്ടാലും ഇത് അപ്ലൈ ചെയ്യാൻ നോക്കണം. അങ്ങനെ കണ്ടെത്താൻ സാധിച്ചാൽ നമുക്ക് വേറെ ചാപ്റ്റേഴ്സ് വരുമ്പം കുറെ കൂടി എളുപ്പത്തിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. അത് ആ സമയത്ത് നമുക്ക് കാണുന്നുണ്ടാവും. സോ ഇപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ രീതി തറവാക്കണം. എവിടെയൊക്കെ LCM മോഡൽ ചോദ്യങ്ങൾ എവിടെയൊക്കെ കണ്ടാലും പരിശീലിക്കുന്ന സമയത്ത് ഈ രീതിക്കൊന്ന് പരിശീലിക്കാൻ ശ്രമിക്കുക. അങ്ങനെ മാത്രമേ ആശയങ്ങൾ അല്ലെങ്കിൽ മെത്തേഡ്സ് നമ്മുടെ മനസ്സിൽ തറവായിട്ട് നിൽക്കുന്നുണ്ടാവും. ആശയം മനസ്സിലാക്കിയാൽ മെത്തേഡ്സ് തറവാകുന്നുണ്ടാവും. സോ ഇപ്പോൾ നമ്മൾ കണ്ട ഈ ചോദ്യരൂപങ്ങളുടെ എല്ലാം LCM കണ്ടെത്തി. സോ LCMത്തിൽ ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു ആശയം, രണ്ടിൽ കൂടുതൽ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ LCM ഉള്ളതിൽ ഏറ്റവും വലിയ നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ആ വലിയ നമ്പറിന്റെ ഒരു മൾട്ടിപ്പിൾ. ആ വലിയ നമ്പറിന്റെ മൾട്ടിപ്പിൾ ചെറിയ നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് ലാസ്റ്റ് വരുന്നുണ്ടാവും. അതുകൊണ്ടാണല്ലോ പൊതു ഗുണം എന്ന് പറയുന്നത്. സോ ഒരാശയം മനസ്സിലുണ്ടാകുന്നത് എപ്പോഴും വലിയൊരു ആൻസർ ആയിരിക്കും നമുക്ക് LCMത്തിൽ കിട്ടുന്നത്. അത് തന്നിരിക്കുന്ന നമ്പേഴ്സിൽ ഏറ്റവും വലിയ നമ്പർ അല്ലെങ്കിൽ അതിന്റെ മൾട്ടിപ്പിൾ. ഇതുണ്ടെങ്കിൽ നമുക്ക് ചില ചോദ്യരൂപങ്ങളൊക്കെ വരുമ്പോൾ LCM കണ്ടെത്താതെ ചെയ്യാൻ സാധിക്കും. അതൊക്കെ ചോദ്യരൂപങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. സോ ഇത് ആശയമായിട്ട് മനസ്സിലുണ്ടാവും. സോ LCM ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അഥവാ ലെസ്സാഗു, ലഘുത്തമ സാധാരണ ഗുണം, ഏത് പേരിൽ വിളിച്ചാലും ചെയ്യേണ്ട ആശയം
അതിന്റെ ആശയം മനസ്സിലാക്കി ചെയ്യേണ്ട രീതി കൂടി മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് ഇതിൽ വരുന്ന ചോദ്യരൂപങ്ങൾക്ക് നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും.